ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സുറുമിനെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റിന് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ മാമിയുണ്ട്, അമ്മ ഉണ്ട്, ഞാനുണ്ട്, മിന്നുണ്ട്, ഷിജു ഉണ്ട്, മോസിനുണ്ട്. ഞങ്ങളാണ് അവിടെ അഡ്മിറ്റിന് വേണ്ടി കൊണ്ടുപോകുന്നത്. സുറുമിൻ്റെ ഡെലിവറി നടക്കുന്നത് ചായലോട് മെഡിക്കൽ കോളേജിലാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നും ഇല്ലല്ലോ, അപ്പം പെട്ടെന്ന് നമുക്ക് അവിടെ എത്താമല്ലോ. അങ്ങനെ ഞങ്ങൾ മൗണ്ട് സിയോണിൻ്റെ എൻട്രൻസ് കവാടത്തിലെത്തി. അഡ്മിറ്റിനായിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസും കൂടി നമുക്ക് ചെയ്ത് തീർക്കാണ്ട്, കുറച്ച് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ കുറച്ച് പേപ്പേഴ്സ് ശരിയാക്കേണ്ട, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി വെച്ച് ഞങ്ങൾ റിസപ്ഷൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലെത്തിയപ്പോഴാണ് അറിയുന്നത് സുറുമിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ലീവിലാണെന്ന്. കുഴപ്പമില്ല, പകരത്തിന് വേറെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി ഗൈനക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ കാണിക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മിന്നുവിന് ഒരു ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ട് അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ ഓടി കളിക്കുമായിരുന്നു കേട്ടോ, വരാന്തിയിൽ കൂടി. അവരെ കളി കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കുറച്ച് സമയം അവരങ്ങനെ കളിച്ച് അതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സുറുമിയുടെ ഡോക്ടർ ലീവാണല്ലോ, പകരത്തിന് വേറൊരു ഡോക്ടറുണ്ട്, അവരെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുറുമിക്ക് ഷുഗർ, പ്രഷർ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാനും മാമിയും മിന്നും മോസിനും കൂടി റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ സുറുമി. അപ്പോൾ അതിന് അവിടെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് മൗണ്ട് സിയോൺ ഹോസ്പിറ്റലിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കാണാം കേട്ടോ. ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഒത്തിരി പേഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. എല്ലാ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് താമസിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ചുമ്മാ അങ്ങനെ നടന്നുകൊണ്ട് ഓരോ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചുമ്മാ അങ്ങനെ എല്ലായിടത്തും കൂടി ഇങ്ങനെ നോക്കി കണ്ട് നടക്കുകയാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ഒത്തിരി താമസിച്ചു. പിന്നെ ഡോക്ടർക്ക് ഇന്ന് ലീവാണല്ലോ, അപ്പോൾ പകരമുള്ളൊരു ഡോക്ടറല്ലേ കാണിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടറിൽ നിന്ന് തന്നെ ഒത്തിരി പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കുറച്ച് താമസം വന്ന്. അതിൻ്റെ ഇടയ്ക്ക് സുറുമിക്കൊരു കോളും വന്നു. അങ്ങനെ സുറുമി ആരോടും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുറുമിയെ ഡോക്ടറെയൊക്കെ കാണിച്ചു. എല്ലാ ടെസ്റ്റിൻ്റെ റിസൾട്ടും വന്നു, എല്ലാ അഡ്മിറ്റിനുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ വിചാരിച്ചൊന്ന് എല്ലാവർക്കും ഒന്ന് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ക്യാൻറ്റീനിലോട്ട് ഞങ്ങൾ കയറി. എല്ലാവരും ലഞ്ചിൻ്റെ ടൈം ആയപ്പോഴേക്കും നല്ല തിരക്കായി കേട്ടോ. പിന്നെ ഒത്തിരി ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ വന്ന് ഫുഡ് കഴിക്കാൻ വന്ന് നല്ല തിരക്കായി. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സമയം ഞങ്ങൾക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നോക്കുമ്പോൾ വെള്ളച്ചോറിന് വേണ്ടി ഞങ്ങൾ കയറിയതാണ്, പക്ഷേ വെള്ളച്ചോറും കറിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ ഫ്രൈഡ് റൈസ് വാങ്ങാമെന്ന്. അങ്ങനെ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുറുമിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നാളത്തെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷൻ. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എത്തി കേട്ടോ. മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. സുറുമി ഒഴികെ ബാക്കി എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അവൾക്ക് നാളത്തെ കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ അധികമൊന്നും കഴിച്ചില്ല, 2 വാ കഴിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട്. അതിൻ്റെ ഇടയ്ക്ക് മോസിന് സുറുമിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ സങ്കടം അഭിനയിക്കുന്നുണ്ട് കേട്ടോ. മൂസിനാണെങ്കിൽ അതിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ഞങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും ഞങ്ങളെ കൂടെ നിൽക്കും. അങ്ങനെ സുറുമിനെ വീൽ ചെയറിൽ കയറ്റിങ്ങാണ്ട് അവളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളവളെ കൂടെ ഞങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മിന്നു സുറുമിൻ്റെ വീൽ ചെയറിൻ്റെ പിറകെ അവൾ ഓടുന്നുണ്ടെന്ന് സുറുമിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് പിറകെ തന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളെടുത്ത റൂം കേട്ടോ. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും റൂമിലെത്തി. അങ്ങനെ അമ്മയും മാമിയും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സുറുമിനെ കടത്താനുള്ള ബെഡൊക്കെ ശരിയാക്കുന്നുണ്ട് സിസ്റ്റർമാർ. അങ്ങനെയൊക്കെ സിസ്റ്റർമാർ ബെഡൊക്കെ ശരിയാക്കിയതിന് ശേഷം സുറുമി ഇരുന്ന് ഞങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. റൂമാണെങ്കിൽ നല്ല അടിപൊളിയാണ്, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു റൂമാണ് കേട്ടോ. 2 ബെഡുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ തുണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കി പറക്കി വെക്കാൻ ഷെൽഫ് ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്കൊരു ടേബിളുണ്ട്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അച്ചാർ കൊണ്ടുവന്നിരുന്നു, ചമ്മന്തിപ്പൊടി, തേയില, കാപ്പിപ്പൊടി, പഞ്ചസാര, പിന്നെ ഞങ്ങൾ കെറ്റലും അതുപോലെ ഞങ്ങൾ ഫ്ലാസ്ക് എല്ലാം അങ്ങനെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഒരു വീട്ടിലേക്കുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
കണ്ടോ ഗേസ്, അങ്ങനെ എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സിസ്റ്റർ വന്ന് സുറുമിയെ BP ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങനെ രാത്രിയായി കേട്ടോ. ഒത്തിരി വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇനി നാളെ വെളുപ്പിന് തിരിച്ചു വരണം. നാളെയാണ് സിസേറിയൻ നടക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ നാളെ എത്തും. ബൈ.